ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ കാരണം ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്. ഞങ്ങൾ ചെക്കപ്പും സ്കാനിങ്ങും ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിലേക്കുള്ള പോക്കും വരവായിരുന്നു. ഈ തവണത്തെ 2 പേരുടെയും സ്കാനിങ് റിസൾട്ട് ഗുഡല്ല, ബാഡ് റിസൾട്ടാണ്. 2 പേർക്കും ക്യാൻസർ ഉള്ളിൽ യാത്ര ചെയ്യുന്നുണ്ട് എന്നുള്ള തെളിവാണ് സ്കാനിങ്ങിൽ കൂടെ അറിയുന്നത്. 2 പേർക്കും ഇനി എന്താണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ ചിന്തിക്കുകയാണ്. എനിക്ക് വീണ്ടും സ്കാനിങ് ഉണ്ട്, വലിയ സ്കാനിങ്. അതിനായിട്ട് അടുത്ത ആഴ്ച പോകും. ഫ്രാൻസിസ് ഏട്ടന് ഓൾറെഡി തെളിഞ്ഞു കഴിഞ്ഞു. തൈറോയിഡിലും വാരിയലിൻ്റെ അവിടെയൊക്കെ ക്യാൻസർ വന്നിട്ടുണ്ട്. പാൻക്രിയാസിലത്തെ ക്യാൻസർ കൂടുതലായിട്ടുണ്ട്. അങ്ങനെ നല്ല റിസൾട്ടുകളാണ്. അങ്ങനെ ഇരിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റേജ്, അടുത്ത പരിപാടികൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക സന്ദേശം കിട്ടിയ ഒരാൾ, അവരോട് മാതാവാണ് വന്ന് പറയുന്നത് ഞങ്ങളെ 2 പേരെയും വേളാങ്കണ്ണിയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കണമെന്ന്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ വർഷങ്ങളായി ഇപ്പോൾ വേളാങ്കണ്ണിയിലേക്ക് പോയിട്ട്. 3 വർഷം ഏകദേശം ആവുന്നുണ്ട് ഓപ്പറേഷൻ തന്നെ കഴിഞ്ഞിട്ട്. അതിന് മുൻപ് കൊറോണ അങ്ങനെയായിട്ട് 25 വർഷം മുൻപ് എല്ലാ വർഷവും ടെമ്പോയിലോ ബസ്സിലോ ആളുകളെ വേളാങ്കണ്ണിയിലേക്ക് കൊണ്ടുപോകുന്ന സ്ഥിരം പതിവുള്ള വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് വേളാങ്കണ്ണിയിലേക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ളത് എൻ്റെ വലിയൊരു ദുഃഖമായിരുന്നു. ഞാൻ ഈ രോഗം വന്നപ്പോൾ മാതാവിനോട് പറയുമായിരുന്നു, പരിശുദ്ധ അമ്മേ, ഞാനിനി നിൻ്റെ അടുത്തേക്ക് വരുമോ എനിക്കറിയില്ല. കാരണം ആമാശയം മുറിച്ചു മാറ്റിയതിൽ പിന്നെ ഭക്ഷണത്തിൻ്റെ ക്രമീകരണം വളരെ 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 മോശപ്പെട്ട രീതിയിലാണ്. എപ്പോഴും ഭക്ഷണം കഴിക്കണം, കഴിച്ചില്ലെങ്കിൽ ഉടനടി തളർന്നു വീഴും. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാനൊരു 1 ഡേ നിന്നിട്ടുള്ള യാത്രകളൊന്നും സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് ആ വ്യക്തിക്ക് സന്ദേശം കിട്ടി. ഞങ്ങളെ 2 പേരെയും വേളാങ്കണ്ണിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് തീരുമാനമായത്. ഞങ്ങൾ ഈ 14-ാം തീയതി രാത്രി പുറപ്പെട്ടതാണ്. ഞാൻ ചിന്തിച്ചതുപോലെയല്ല. പോകുന്നതിനേക്കാൾ മുൻപ് തന്നെ അമ്മ പറഞ്ഞു, ഒരാൾ നിങ്ങളുടെ കൂടെയുണ്ട് മാലാഖയുടെ പോലെയെന്ന്. അത് വിശുദ്ധ മിഖായേൽ മാലാഖയായിരിക്കും ഞങ്ങളെ കൊണ്ടുപോകുന്നത്. കാരണം ആരും ഞങ്ങളെ കൊണ്ടുപോകാൻ ഇപ്പോൾ തൽക്കാലം ഇഷ്ടപ്പെടില്ല. ഇതായിരിക്കും ആ മാലാഖ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, മാലാഖയെപ്പോലെ. അമ്മ പറഞ്ഞയച്ച മാലാഖ തന്നെയാണ് ഇദ്ദേഹം. പ്രിയ സഹോദരങ്ങളെ, കാരണം ഞങ്ങളെ കൊണ്ടുപോയാൽ വലിയ റിസ്ക്കാണ്. ഫ്രാൻസിസ് ഏട്ടനെ കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഓപ്പറേഷൻ കഴിയാത്തത് കൊണ്ട്. എന്നെക്കൊണ്ട് ചിലപ്പോൾ കുറച്ച് പ്രശ്നം കുഴപ്പമൊക്കെ ഉണ്ടാക്കിയെന്ന് വരാം. അതുകൊണ്ട് കൂടെ യാത്ര ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് കരുതി ഞാൻ ഇതെല്ലാം ഇനി സ്വപ്നത്തിൽ സൂക്ഷിക്കാം എന്നാണ് വിചാരിച്ചിരുന്നത്. ഞങ്ങളുടെ ടീമിലെ സഹോദരങ്ങൾ തന്നെ അവർ യാത്ര ചെയ്യുമ്പോൾ കൂടെ വാ എന്ന് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഞാൻ വന്നാൽ നിങ്ങളുടെയും കൂടെ യാത്ര മുടങ്ങും. എനിക്ക് എപ്പോഴാണ് പ്രശ്നം ഉണ്ടാവുക എന്നറിയാൻ പറ്റില്ല. ഒന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത പോലെയാണ് എൻ്റെ കാര്യങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് ഇനി പൊയ്ക്കോ, ഇനി ചേച്ചിയുമായിട്ടുള്ള യാത്ര സ്വപ്നത്തിൽ തന്നെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാനും കരുതിയത് എനിക്കിനി ഒരു രാത്രി നിൽക്കുന്നൊരു യാത്ര ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഈ മാലാഖയെ വിട്ട് പരിശുദ്ധ അമ്മ എന്നെ വേളാങ്കണ്ണിയിലേക്ക് എത്തിച്ചു എന്ന ഒരു അത്ഭുതകരമായ വാർത്ത നിങ്ങളെ അറിയിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒപ്പം ഞങ്ങളുടെ സ്കാൻ റിസൾട്ട് ഒരുപാട് ആളുകൾ വിളിച്ച് ചോദിക്കുകയാണ്, സ്കാനിങ്ങിൽ എന്താണ് പറഞ്ഞത് എന്ന്. അപ്പോൾ അതും കൂടി വീഡിയോയിലിട്ടാൽ പിന്നെ എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണ്ടല്ലോ. ഫ്രാൻസിസ് എൻ്റെ സ്കാനിങ്ങിൽ ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും പല സ്ഥലത്തും വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വീണ്ടും സ്കാനിങ് വേണം. കാരണം ഓപ്പറേഷൻ ചെയ്തതിൻ്റെ ആ ഭാഗത്ത് വീണ്ടും എന്തൊക്കെയോ കാര്യങ്ങൾ കാണുന്നുണ്ട്. അത് വീണ്ടും ഒന്ന് സ്ഥിരീകരിക്കണം, പിന്നെ തീരുമാനിക്കണം. അങ്ങനെ പോകുന്നു ആ കാര്യങ്ങളൊക്കെ. പ്രിയ കൂട്ടുകാരെ, എനിക്കിത് ഒരു വിഷമമോ അല്ലെങ്കിൽ സന്തോഷമോ ഒന്നും ഉണ്ടാക്കുന്നില്ല. കാരണം ഞാൻ ഓൾറെഡി 3 വർഷം മുൻപ് ഇവിടെ നിന്നെല്ലാം ബന്ധങ്ങളെയും അറുത്ത് ഈശോയിലേക്ക് പോയതാണ്. പിന്നെ ഈശോ തന്നെയാണ് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ ഈശോ എത്ര നാൾ ഇവിടെ നിൽക്കാൻ പറയുന്ന അത്ര നാൾ നിൽക്കുക, അത്രയേ ഉദ്ദേശിച്ചുള്ളൂ. എങ്കിലും എന്നെ സ്നേഹിക്കുന്നവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താണ് റിസൾട്ട്. അപ്പോൾ ഇതാണ് റിസൾട്ട്.
അതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ വന്ന ആദ്യത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, എന്നെ വേളാങ്കണ്ണിയിലേക്ക് എത്തിച്ച ഒരു അത്ഭുതകരമായ ഇടപെടൽ. ഞങ്ങൾ പോകുമ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ ഉള്ളിൽ ബൈബിളിന്മേൽ ഞാൻ ആ ഉണ്ണീശോയുടെ രൂപം വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ക്രിസ്തുമസിൻ്റെ അന്ന് അനാഥമായി കിടക്കുന്ന ഉണ്ണീശോയെ ഞാൻ എടുത്തുകൊണ്ട് വന്നെന്ന്. ആ ഉണ്ണീശോയോട് ഞാൻ പറഞ്ഞിരുന്നു, ഉണ്ണീശോയെ നീ ഞങ്ങളുടെ കൂടെ വന്നോളോ കേട്ടാ എന്ന്. ഞാൻ ട്രെയിനിൽ കയറി കിടക്കുകയാണ്, എപ്പോഴും കിടക്കാനാണ് ഇഷ്ടം. അപ്പോൾ കിടക്കുമ്പോൾ ഞാനൊരു ദർശനം കണ്ടു. എൻ്റെ ജീവിത പങ്കാളി വേളാങ്കണ്ണി പരിസരത്ത് എത്തി. ദർശനമാണ് കേട്ടോ. അങ്ങനെ ഞാൻ എന്നാൽ ഉറങ്ങിയിട്ടല്ല, ഇവിടെയുള്ളവർ വർത്തമാനം പറഞ്ഞിരിക്കുന്നുണ്ട്. ഞാൻ കാണാണ് കണ്ണടച്ചിരിക്കുമ്പോൾ ഫ്രാൻസിസ് ഏട്ടൻ്റെ കയ്യിൽ ഒരു കൊച്ചു ആൺകുട്ടി, എൻ്റെ മകൻ്റെ ഇപ്പോഴത്തെ കുട്ടി പെൺകുട്ടി തന്നെയാണ്. ആ പെൺകുട്ടിയുടെ അതേ പ്രായമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ അവിടെ നിന്ന് പറയുകയാണ്, ഇത് എവിടെ നിന്ന് കിട്ടിയതിനെ എന്ന് ആംഗ്യ ഭാഷയിൽ ചോദിക്കുമ്പോൾ ഫ്രാൻസിസ് ഏട്ടൻ പറയുന്നത് ഇതാ ഇവിടെ നിന്ന് കയറി വന്നതാണെന്ന്. അപ്പം ഞാനങ്ങനെ നടന്ന് പോയി ഫ്രാൻസിസേൻ്റെ അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത്, ഞാൻ പറഞ്ഞു ഇത് പെണ്ണുണ്ണിയല്ലല്ലോ, നമ്മുടെ മോളല്ല, ഇത് ആണുണ്ണിയാണല്ലോ എന്ന്. അപ്പോൾ ഫ്രാൻസിസ് ഏട്ടൻ പറയുന്നുണ്ട് ദർശനത്തിൽ, എനിക്കറിയില്ല ഇതിങ്ങനെ വന്ന് കയറിയതാണ്. പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇത് എവിടെ നിന്ന് വന്നു എന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ വേളാങ്കണ്ണി മാതാവ് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അമ്മയെ കണ്ട ഉടനെ ദർശനം മാറിപ്പോയി. ഞാൻ ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ ഉണ്ണി വന്നിരിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ അവരൊന്നും കണ്ടിട്ടില്ല, അവർ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദർശനം മാതാവ് എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു, ഞാൻ പോരുമ്പോൾ ഉണ്ണീശോയെ പോരെ എൻ്റെ കൂടെ എന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. വ്യാഖ്യാനം എനിക്കറിയില്ല, വ്യാഖ്യാനത്തിന് ഞാൻ ഇത്തിരി പിൻപിലാണ്, എനിക്കറിയില്ല. കാരണം വർഷങ്ങൾക്ക് മുൻപ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, വേളാങ്കണ്ണിക്ക് പോകുമ്പോൾ ബസ്സിൽ ഊണ് കഴിക്കാൻ എല്ലാവരും ഇറങ്ങിയ സമയത്ത് ഞാനൊരു കാഴ്ച കണ്ടു. വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപം വെള്ളത്തിൽ കിടന്ന് ആടുന്നത്. അതിൻ്റെ വ്യാഖ്യാനമൊന്നും എനിക്ക് മനസ്സിലായില്ല. തിരിച്ച് നാട്ടിൽ വന്ന് 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് സുനാമി മൂലം വേളാങ്കണ്ണിയിലെ മെയിൻ പള്ളി ഒഴിച്ച് എല്ലാ പള്ളികളും എല്ലാം മുങ്ങിപ്പോയതും മാതാവിൻ്റെ രൂപമൊക്കെ വെള്ളത്തിലായതൊക്കെ. അതുപോലെ എനിക്കിതും വ്യാഖ്യാനമൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ കണ്ടു ഇങ്ങനൊരു കാര്യം. അതിനുശേഷം ഞങ്ങൾ ഒരു സ്വർഗീയ യാത്ര എന്ന് പറയാം, കാരണം മിഖായേൽ മാലാഖ കൂടെ ഉണ്ടായതുകൊണ്ടാകാം. അങ്ങനെ ഞങ്ങളെ കാക്കാൻ ദൈവം പറഞ്ഞേച്ച് മാലാഖ ഞങ്ങളെ വളരെ സേഫായിട്ടാണ് കൊണ്ടുപോയത്. അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി. ഒരു സ്ഥലത്തേക്കും പോകാനുള്ള ആരോഗ്യം എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ എപ്പോഴും മെയിൻ പള്ളിയിൽ മാതാവിൻ്റെ രൂപം ഇരിക്കുന്ന പള്ളിയിൽ ആ തൂണമ്മ ചാരിയിരിക്കുകയായിരുന്നു മണിക്കൂറുകളോളം. 3 ദിവസം ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റി, 2 രാത്രി 3 ദിവസം ആയിട്ട്. ഈ മണിക്കൂറുകൾ മുഴുവൻ ഞാൻ വേളാങ്കണ്ണി പള്ളിയിൽ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ, ജപമാല ചെല്ലുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് എൻ്റെ അടുത്തൊരു കന്യാസ്ത്രീ വന്നു നിന്നു. അതും ദർശനമാണ്, സുന്ദരിയായ കന്യാസ്ത്രീ. ഞാൻ പറഞ്ഞ സിസ്റ്റർ എവിടെ നിന്നാണ് ചോദിച്ച വശം ചിരിച്ചു പോയി. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, മാതാവാണോ ഈ കന്യാസ്ത്രീ ആയിട്ട് വന്നത് എന്ന്. അങ്ങനെ ഒരു ഇടപെടലും കൂടി ഉണ്ടായി. എന്തായാലും ഈ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി. மனம் கடிகூறும் அல்லேலூயா. ஏனெனில் இறைவனை கரைத்தாலும் பேரு பெற்று அல்லேலூயா. தான் சொன்னபடியே அவர் உயிர்த்தெழுந்தார். அல்லேலூயா. எங்களுக்காக குறைகளை மாற்றாலும் அல்லேலூயா. கண்ணீர் வழியே அகமணிக்கு கூலி வழங்கி அல்லேலூயா. ஏனெனில் ஆண்டவர் உண்மையாகவே உயிர் தெழுந்தார். அல்லேலூயா. மன்றாடுவோமாக. இறைவா, உம்முடைய திருமகனும் பங்கு பெற அருள் புரியும். எங்கள் ஆண்டவராகிய இயேசு கிறிஸ்து வழியாக உம்மை மன்றாடுகிறோம். ஆமென். ஜெபமாலை ஜெபிக்கும் முன் மன்றாட்டு. அளவற்ற அன்பும் நன்மையும் கொண்ட
വേളാങ്കണ്ണിയിലേക്ക് പോയതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ. പലരും മാതാവിന് പൂമാല വലുത് ഇട്ട് കൊടുക്കുമ്പോൾ, പണ്ടൊക്കെ പൂമാല മാതാവിൻ്റെ മെയിൻ രൂപത്തിൻ്റെ തന്നെ മുമ്പിൽ രണ്ട് സൈഡിലെ കൊളുത്തിയിടാറാണ് പതിവ്. പലരും നല്ല നല്ല മാലകൾ കൊടുക്കുമ്പോൾ ഞാൻ 10 രൂപയുടെ മാലയേ ഇടാറുള്ളൂ. കാരണം അതിനുള്ള കപ്പാസിറ്റിയേ എനിക്ക് അന്നുണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഒരിക്കൽ ഞാൻ മാലയിട്ട് പോന്നപ്പോൾ മാതാവ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിശുക്കത്തിയാണല്ലേ എന്ന്. മറ്റുള്ളൊരു റോസപ്പൂമാല ഇടുമ്പോൾ എനിക്ക് മാല ഇടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രാവശ്യം മാതാവ് എന്നോട് പറഞ്ഞു, നീ ഒരു റോസപ്പൂമാല എനിക്ക് ഇടുന്നു. ഞാൻ മാതാവിനോട് കുറേ തർക്കിച്ചു. ഞാൻ പറഞ്ഞു, നിനക്ക് അല്ലാണ്ട് തന്നെ സൗന്ദര്യം ഉണ്ടല്ലോ, ഇത് എന്തിനാ പിന്നെ എൻ്റെ ഈ 250 രൂപ കളയണേ. പക്ഷേ ശക്തമായ സന്ദേശം കിട്ടിയതുകൊണ്ട് ഞാൻ വളരെ പിശുക്കത്തിയായതുകൊണ്ടും വിഷമിച്ച് ഒരു 250 രൂപയുടെ മാല ഞാൻ അന്ന് മാതാവിൻ്റെ അവിടെ ഇടാനായിട്ട് കൊടുത്തിരുന്നു. അങ്ങനെ ഞാൻ വളരെ വിഷമിച്ചിട്ട് പിന്നെയും ഞാൻ പരാതി പറഞ്ഞു, എന്തിനാ മാതാവ് ഇങ്ങനെ 250 രൂപ കളഞ്ഞത്, നീ സുന്ദരിയല്ലേ, സർവാംഗ സുന്ദരി, പിന്നെ എന്തിനാ എൻ്റെ 250 രൂപ, 10 രൂപയുടെ മാല പോരെ എന്ന്. പക്ഷേ 250 രൂപയുടെ മാല ഇടിയിപ്പിച്ചു. അന്ന് ഒരു അത്ഭുതം ഉണ്ടായിരുന്നു. ഞാൻ തൂണും ചാരി നിൽക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു മകൻ വന്നിട്ട് എന്നോട് ചോദിച്ചു തമിഴിൽ, മാല വേണോ എന്ന്. മാല വേണമോ എന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, വേണം. ഞാനാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് 250 രൂപ പോയി എൻ്റെ സങ്കടത്തിലാണ്. ആ ആൾ അന്ന് എനിക്ക് വലിയ റോസപ്പൂമാല ഫുൾ മാലയായിട്ട് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, കൊണ്ടുപോയിക്കോ നാട്ടിൽ രൂപത്തും ഇട്ടോളാൻ പറഞ്ഞു. ഞാൻ ആകെ തരിച്ചു പോയി. ഞാൻ പറഞ്ഞു, ഇത് എന്താ കഥ, പീസാക്കിയിട്ടല്ലേ അവിടെ പൂമാല കൊടുക്കാറ്, ഇതെന്ത് കഥയാണെന്ന്. എല്ലാവരും വന്നപ്പോൾ എൻ്റെ കയ്യിൽ വലിയൊരു മാല. അപ്പോൾ ഞാൻ മാതാവിനെ നോക്കിയപ്പോൾ മാതാവ് പറഞ്ഞു, പിശുക്കത്തി മോളെ, നിനക്ക് ഇപ്പോൾ 250 രൂപയ്ക്ക് പകരം ഇപ്പം 4 ഇരട്ടിയുടെ വിലയുള്ള മാലയല്ലേ നിൻ്റെ കയ്യിൽ നിന്ന്. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയിൽ അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് എനിക്കറിയാം. എങ്കിലും ചിലപ്പോഴൊക്കെ മാനസികമായിട്ട് ഇങ്ങനെ കുറച്ചൊക്കെ പോരായ്മകളുണ്ട്. ഈ പൈസ പോകുമ്പോൾ കുറച്ച് വിഷമമൊക്കെ ഉണ്ട്. 10 രൂപയുടെ മാല ഇടാനാണ് ഇഷ്ടം. ഇന്ന് 10 രൂപയുടെ മാലയ്ക്ക് 30 രൂപയാണ്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടന്ന് മരണത്തിനെ അതിജീവിച്ച് വന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു, ഞാൻ അമ്മയ്ക്ക് വലിയൊരു റോസപ്പൂമാല വന്നിട്ട് ഇടാം എന്ന്. കാരണം ഇനി മരണത്തിന് മുമ്പ് ചിലപ്പോൾ ഞാൻ വേളാങ്കണ്ണിയിലേക്ക് വന്നില്ലെങ്കിലോ, ഇനി ഞാൻ വരുന്നുണ്ടെങ്കിൽ വലിയൊരു മാല ഇടാമെന്ന്. അങ്ങനെ ആ പറഞ്ഞ ഒരു പ്രതിജ്ഞ. അതുപോലെ തന്നെ മാതാവിനൊരു സാരി നൽകണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോവില്ലേ. അന്നൊന്നും എൻ്റെ മകന് ജോലി കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, പൈസ ഉണ്ടാകുമ്പോൾ ഞാൻ സാരി തരാമെന്ന്. സഹോദരങ്ങളെ, ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, കണ്ണൂരിൽ നിന്നുള്ളൊരു ഫ്രണ്ടാണ്, ആൾ മോളുടെ കല്യാണത്തിന് എനിക്കൊരു സാരി വാങ്ങിത്തരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈ മരിക്കാൻ കിടക്കണേ, എനിക്കെന്തിനു സാരി. പക്ഷേ അവർക്ക് നിർബന്ധം, എനിക്ക് സാരി വേണം. ഞാൻ പറഞ്ഞു, എനിക്ക് സാരി വേണ്ട, മാതാവിനൊരു സാരി നിങ്ങളെടുത്ത് തന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഞാനത് കൊണ്ടുപോകാം, എനിക്ക് യോഗ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഞാനത് ആരുടെയും കയ്യിൽ കൊടുത്തു വിടുമെന്ന്. ആ സാരിയാണ് ഞാൻ ഇന്ന് മാതാവിനെ കാഴ്ചവെക്കണമെന്ന് വിചാരിച്ചത്. അവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ സാരിയും മാലയും കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ യാത്ര. കഴിയുമെങ്കിൽ ഈ പൂമാലകളൊക്കെ കണ്ട് പണ്ട് ഞാൻ പറയില്ലേ, നോക്കി നിൽക്കുകയുള്ളൂ, വാങ്ങില്ല, 10 രൂപയുടെ മാലയെ വാങ്ങുള്ളൂ. പിന്നെ 30 രൂപയായി അതിന്. അപ്പോൾ എനിക്ക് കംപ്ലൈൻ്റ് ആയിരുന്നു, 30 രൂപയായല്ലോ. സുനാമി വന്ന് പിന്നത്തെ ട്രിപ്പ് ഒരു പ്രാവശ്യമാണ്ട് പോയിട്ടുണ്ട്. പിന്നെ ആ ചേച്ചിയെ കണ്ടില്ല. അപ്പോൾ ഭയങ്കര വിഷമായി, അന്നത്തെ പരിചയക്കാരൊക്കെ പോയല്ലോ എന്നോർത്ത്. ഇന്ന് ഞാൻ വരുന്നതിനേക്കാൾ മുൻപ് മാതാവ് പറഞ്ഞു, നീ ഒരുങ്ങിക്കോ, ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് ജപമാലയും കരുണക്കൊന്തയും ചൊല്ലിയിട്ട് വേണം എൻ്റെ അടുത്തേക്ക് വരാനെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാനും ഫ്രാൻസിസ് ഏട്ടനും 3000 ജപമാല ചൊല്ലി അത് കാഴ്ചവെക്കാനാണ് ഞങ്ങൾ ഈ മാല സമർപ്പിക്കേണ്ടത് എന്നാണ് അമ്മ പറഞ്ഞത്. ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് യുദ്ധ ഭീഷണിക്ക് വേണ്ടി, അതുപോലെ തന്നെ പുരോഹിതർക്ക് വേണ്ടി. അങ്ങനെയാണ് ഞങ്ങൾ. ഇതല്ല കേട്ടോ, ഈ മാല ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി, എന്നെ കൊണ്ടുവന്ന മാലാഖയ്ക്ക് വേണ്ടിയും എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയും 1-2 പേർക്ക് വേണ്ടിയും വാങ്ങി സമർപ്പിക്കുന്നതാണ്. മാതാവിന് വേണ്ടി കൊണ്ടുവരണം എന്ന് പറഞ്ഞ മാല ഞങ്ങൾ മുൻപേ ഇവിടെ ഫോൺ ചെയ്ത് ബുക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ തനി റോസാപ്പൂമാലയല്ല ഇടുന്നത്. അവർ വളരെ ഇപ്പോഴത്തെ ഫാഷൻ അനുസരിച്ചുള്ള ഒരു മാലയാണ് ഉണ്ടാക്കി വെച്ചത്. ഞാൻ മാതാവിന് പറഞ്ഞു, ആഹാ, നിനക്കും ഇപ്പം ന്യൂ ട്രെൻഡൊക്കെ ആയോ എന്ന്.
കംപ്ലീറ്റ് റോസപ്പൂമാലയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ മാതാവിൻ്റെ രൂപത്തുമ്മേ ചാർത്തുന്ന മാല ഒരു പ്രത്യേക മാലയാണ്. അത് നമ്മൾ തലേദിവസം അതിനെ ബുക്ക് ചെയ്ത് ഉണ്ടാക്കിപ്പിച്ചിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് തന്നെ. പിന്നീട് ആ മാല വന്ന് ട്രെയിൻ ഇറങ്ങിയ ഉടനെ തന്നെ ആദ്യം തന്നെ പോയി മാല റെഡിയാക്കി. ഈ മാല ഫ്രണ്ട്സിനുള്ളതാണ്. എന്നെ കൊണ്ടുവന്ന മാലയ്ക്ക് വേണ്ടി ഞാൻ ദൈവത്തിനോട് സമർപ്പിച്ച് നന്ദി പറയാൻ കൊണ്ടുപോകുന്നതാണ് കേട്ടോ. ഞാനങ്ങനെ ഒരു മാല മാതാവിന് സമർപ്പിച്ചു. എനിക്കറിയില്ല ഇത് എൻ്റെ ജീവിതത്തിൽ അവസാനത്തെ ഒരു പോക്കാണോ അല്ലെങ്കിൽ ഇനിയും ഞാൻ പോകുമോ എന്നെനിക്കറിഞ്ഞുകൂടാ. എനിക്ക് വ്യാഖ്യാനങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ ഓഡിയോ പറഞ്ഞു നിർത്തിയപ്പോഴാണ് മണിയടിക്കുന്ന ഓഡിയോ വന്നത്. അതുകൊണ്ട് ഞാനത് നിർത്തിയതാണ്. അങ്ങനെ ഞങ്ങൾ മാല വാങ്ങി. ആ മാല വ്യാഴാഴ്ച പുലർച്ചയ്ക്ക് അവർ അവിടെ ഇട്ടിട്ടുണ്ട്. അത് വെള്ളിയാഴ്ച പുലർച്ചെ വരെ ഒരു ദിവസം ഇടും. അതിനുശേഷം അത് മാറ്റി പിന്നെയുള്ള മക്കൾ ആരെങ്കിലും ഓർഡർ കൊടുത്തിട്ടുണ്ടാവും, നേർച്ച നേർന്നിട്ടുണ്ടാവും. അങ്ങനെ ആ മാല അവിടെ ഒരു ദിവസത്തേക്ക് കിടക്കും. ആ ഒരു ദിവസം മുഴുവൻ അമ്മയുടെ മുമ്പിൽ ഞങ്ങളുടെ മാല, ഞങ്ങൾ 2 ക്യാൻസർ രോഗികൾ ചൊല്ലിയ ജപമാല, ലോകപാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങൾക്ക് ചൊല്ലാൻ പറ്റിയ ജപമാല, ആ ജപമാലയും ഞങ്ങളുമാണ് അമ്മയുടെ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്നത് എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. ഞങ്ങൾ ഫുൾ ടൈം മാതാവിൻ്റെ മുമ്പിൽ തന്നെയാണ് ഇരുന്നത്. ആരാധനാലയത്തിലേക്കോ മാതാകുളത്തിലേക്കോ നടത്തിട്ടയിലേക്കോ ഒന്നും പോകാൻ പറ്റില്ല. കാരണം പോയി കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥയൊക്കെ മാറിപ്പോകും. ചൂടല്ലേ. ഇവിടെയാണ് ഞങ്ങൾ സാരി സമർപ്പിച്ചത്. ഇവിടുത്തെ ഫാദർ ബ്ലെസ് ചെയ്തു. പിന്നെ ഞങ്ങൾ 2 ക്യാൻസർ രോഗികളാണെന്ന് പറഞ്ഞു. പ്രത്യേകം പ്രാർത്ഥന അദ്ദേഹം മാതാവിനോട് നടത്തിയിട്ടുണ്ട്. ഇവിടുത്തെ മാതാവിൻ്റെ മുമ്പിലും മാലകളുണ്ട്. മെയിൻ പള്ളിയിലെ മാലകളൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള പള്ളികളിലേക്ക്, ഈ മോര് കൊടുക്കുന്ന സ്ഥലത്തും പാല് കൊടുക്കുന്ന സ്ഥലത്തും കുർബാന നടക്കുന്ന സ്ഥലത്തൊക്കെ ആ മാലകളിടും. അങ്ങനെയാണ് ഈ മാലകളൊക്കെ പോകുന്നത്. ഇപ്പം മാതാവിൻ്റെ അടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ സമർപ്പിച്ച മാല മെയിൻ പള്ളിയിൽ മാതാവിൻ്റെ രൂപത്തിന്മേൽ ഇട്ടു. അത് കൊണ്ടുപോകുമ്പോൾ വലിയ സന്തോഷമായി. എനിക്ക് തോന്നി ഞങ്ങളെ തന്നെ മാതാവിന് സമർപ്പിക്കുന്നതിൻ്റെ അടയാളമായിട്ട്. മാത്രമല്ല ഈ ദിവസം വേളാങ്കണ്ണിയിലിരുന്ന് 2026 വിമല ഹൃദയ പ്രതിഷ്ഠ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും പുതുക്കി. 2012 മുതൽ ഓരോ വർഷവും ഞങ്ങൾ അവിടെ ചെന്ന് പുതുക്കാറുണ്ട്. ഇതാണ് മാല കേട്ടോ. തലേ ദിവസം മാല എടുത്ത് നമ്മൾ അവർക്ക് ഓർഡർ കൊടുത്തു. അങ്ങനെ അദ്ദേഹം അത് പിന്നീട് അദ്ദേഹം തന്നെയാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. നമ്മൾ കൊടുത്താൽ അങ്ങനെ വാങ്ങില്ല, നമുക്കങ്ങനെ പ്രവേശനമൊന്നുമില്ല. ഇദ്ദേഹം അവിടെ മാല ഞങ്ങൾക്ക് അവരുടെ കയ്യിൽ കൊടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കി. മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മാല ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന്. ഈ മാലയാണ് ഞങ്ങൾ കൊടുത്തത്. അത് സങ്കീർത്തിയിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ച് പ്രാർത്ഥിച്ച് നാളെ പുലർച്ചെ ഞങ്ങൾ എത്തുന്നത് ബുധനാഴ്ചയാണ്. വ്യാഴാഴ്ച പുലർച്ചെ 5 മണിക്ക് ആ മാല അവിടെ ചാർത്തും. അത് വെള്ളിയാഴ്ച പുലർച്ചെ വരെ ഉണ്ടായിരിക്കും. വ്യാഴാഴ്ച പുലർച്ചെ മുതൽ ഈ മാല അവിടെ കിടക്കുമ്പോഴാണ് ഞങ്ങൾ വിമല ഹൃദയ പ്രതിഷ്ഠ പുതുക്കിയത്. അങ്ങനെ 14ാമത്തെ വർഷം പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വിമല ഹൃദയ പ്രതിഷ്ഠയും പുതുക്കി. സാരിയും സമർപ്പിച്ചു. അമ്മയ്ക്ക് മാലയും കാഴ്ചവെച്ചു. ഈ ലോക ജീവിതത്തിൽ ഞാൻ നേർന്ന ഒരു നേർച്ചയാണിത്. അത് കടം വീട്ടാതെ നേർച്ച ചെയ്തു തീർക്കാതെ പോകേണ്ടി വരുമോ എന്നായിരുന്നു പേടി. ആ പേടി തീർന്നു കിട്ടി. ഞങ്ങളെ അത്ഭുതകരമായ വിധത്തിൽ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് എത്തിച്ചു എന്ന് വേണം പറയാൻ. ഞാൻ ഈ സന്തോഷം, ഈ അത്ഭുതം നിങ്ങളുമായിട്ട് പങ്കിടുകയാണ്. അടുത്ത ആഴ്ച ഞങ്ങൾ വീണ്ടും ചെക്കപ്പുകൾക്കും സ്കാനിങ്ങുകൾക്കുമൊക്കെ ആയിട്ട് ആശുപത്രിയിൽ കയറിയിറങ്ങും. പിന്നെ അതിൻ്റെ ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റുകളൊക്കെ ആയിരിക്കും. എല്ലാം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അമ്മയുടെ കയ്യിലിരിക്കുന്ന ഉണ്ണി, മുടന്തന് സൗഖ്യം കൊടുത്ത ഉണ്ണി, അമ്മ മാതാവ് പറഞ്ഞാൽ ഉണ്ണി എന്തും ചെയ്യുമല്ലോ. അങ്ങോട്ട് അമ്മയുടെ ഒപ്പം ദൈവത്തെ സ്തുതിക്കാനാണ് പോകേണ്ടതെങ്കിൽ അങ്ങനെയും,
ഇവിടെ ഇരുന്ന് സഹിച്ച് പാപികൾക്ക് മാനസാന്തരത്തിനും എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനുമാണെങ്കിൽ അങ്ങനെയും ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. അമ്മയുടെ സന്നിധിയിൽ കിടക്കുന്ന മാല ഇതാണ്. നമുക്കിപ്പോൾ വേളാങ്കണ്ണി പള്ളിയിൽ ഉള്ളിലിരുന്ന് ഫോട്ടോ എടുക്കാനൊന്നും പാടില്ല. അതുകൊണ്ട് ഞാൻ പുറത്ത് നിന്നാണ് ഈ മാല ഫോട്ടോ എടുക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള മാല. ഈ പ്രാവശ്യം ഞാൻ കംപ്ലൈൻ്റ് ഒന്നും പറഞ്ഞില്ല, പൈസ പോയെന്നോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ അമ്മയ്ക്ക് സന്തോഷപൂർവ്വം അത് സമർപ്പിച്ചിട്ടുണ്ട്. സുന്ദരി അമ്മ മറ്റൊരു അത്ഭുതം കൂടി തന്നിട്ടുണ്ട്. മണിക്കൂറുകളോളം അമ്മയെ നോക്കിയിരുന്നപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, അമ്മ എത്ര സുന്ദരിയാണല്ലേ. വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന പോലെ സർവാംഗ സുന്ദരിയാണ് അമ്മ, സർവകൃപകളും നിറഞ്ഞവളാണ് അമ്മ. അപ്പോൾ കുറച്ച് വരികൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. ഞാനത് അവിടെ തന്നെ ഇരുന്ന് എനിക്ക് തോന്നിയ രീതിയിൽ ഞാൻ പാടി. ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ നിങ്ങൾക്കും ഇത് പോസ്റ്റ് ചെയ്ത് തരാം കേട്ടോ. ഞാൻ പാടിയ പാട്ടിൻ്റെ രീതിയും പാട്ടൊന്നല്ല എനിക്കിഷ്ടമായി എന്ന് പറഞ്ഞത്, മാതാവ് തന്ന വരികൾ എനിക്കിഷ്ടമായി. എൻ്റെ സ്വരവും എൻ്റെ രീതിയും ഒന്നും ശരിയല്ല, എങ്കിലും എനിക്ക് അങ്ങനെയല്ലേ പാടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനിരുന്ന് പാടിയതാ ഇത്. അതുകൊണ്ട് സ്വരവും രീതിയൊന്നും നോക്കണ്ട. ആ വരികളൊക്കെ എനിക്ക് വലിയ ഇഷ്ടമായി. ഞാൻ ആ പാട്ട് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വാഴ്ക 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 തങ്കത്തിൽ പൊതിഞ്ഞ അമ്മേ, തങ്കം തന്നെയായ അമ്മേ, സർവാംഗ സുന്ദരിയാമമ്മ, വാഴ്ക 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 അശരണർക്കെന്നുമാലംബം, രോഗികൾക്കെന്നുമാശ്വാസം, സർവാംഗ സുന്ദരിയാമമ്മ, വാഴ്ക 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 ഉണ്ണിയെ കൈയിലേന്തുമമ്മ, ഉണ്ണിയിൽ നിന്നും കൃപ തരും ഭൂലോകറാണിയാമമ്മ, വാഴ്ക 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 മാലാഖമാരുടെ റാണി, മാലാഖമാരെ അയക്കും, സാത്താനിൽ നിന്നും രക്ഷിക്കും, സാത്താൻ്റെ തല തകർക്കുമമ്മ, വാഴ്ക 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 നന്ദിയമ്മേ, നന്ദി നന്ദി, ഉണ്ണിക്കു നന്ദി ആരാധന, സ്വർഗപിതാവേ ആരാധന, പിതാവിൻ പുത്രിയാമമ്മ, വാഴ്ക 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 വാഴ്ക.